Hi friends, welcome to my channel MB4 Multimaker. This disclaimer: I am not a CPA registered analyst. This video is intended to purely education purpose. Any exit, please do with your own due diligence or consult with your financial advisors. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ പി ജി ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ് PGL എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ചാണ്. നിങ്ങൾ സ്പീഡ് ഒരു 1.4 അല്ലെങ്കിൽ 1.5 വെച്ച് യൂസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പ്രധാന പോർഷൻസ് മെയിനായിട്ട് നമ്മൾ ബിസിനസ് വെർട്ടിക്കൽസ്, ഫിനാൻഷ്യൽസ്, അതുപോലെ സ്ട്രാറ്റജിക് അസറ്റ്സ്, കീ ക്ലയൻസ്, ഫ്യൂച്ചർ ഔട്ട്ലുക്ക്, ബാലൻസ് ഷീറ്റ് സ്നാപ്ഷോട്ട്, ഗൈഡ് ലൈൻസും അതുപോലെ ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് ട്രെൻഡ്സും കീ റിസ്ക്കും പോസിറ്റീവും അങ്ങനെയുള്ള ഈ ഒരു മേജറായിട്ടുള്ള കമ്പനിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ PGL കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾ മാർക്കറ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. റൂം എയർ കണ്ടീഷണേഴ്സ് വൺ ഓഫ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയർ ആണ്. REC എന്ന് ഷോർട്ട് ഫോമിലാണ് അത് അറിയപ്പെടുന്നത്. PGL ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയർ ഇൻ REC ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽസ് ടു OEM. ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ എന്നാണ് OEM എന്ന് അറിയപ്പെടുന്നത് ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ. പിന്നെ അതുപോലെ തന്നെ 30 കൂടുതൽ ലീഡിംഗ് ബ്രാൻഡുകൾ ODM മോഡൽസ് ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ODM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചർ ആണ് ODM എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. വാഷിംഗ് മെഷീനിൽ സെക്കൻഡ് ലാർജസ്റ്റ് ODM പ്ലെയർ ആണ്. പിന്നെ ഓഫേഴ്സ് സെമി ആൻഡ് ഫുള്ളി ഓട്ടോമാറ്റിക് മോഡൽസ് 6 കിലോ തൊട്ട് 14 കിലോ വരെയുള്ള വിവിധ മോഡലുകൾ ഇവർ ചെയ്യുന്നുണ്ട്. അത് 25 ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് ഇവർ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ കൂളേഴ്സിൽ ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് വിൻഡോ, ഡെസേർട്ട് ആൻഡ് പേഴ്സണൽ കൂളേഴ്സ്. ഈ ഒരു എയർ കൂളേഴ്സ് അവർ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്ലാസ്റ്റിക് മോൾഡിംഗ് അവരുടെ തന്നെ കൺസ്യൂമർ വേണ്ട പ്രൊഡക്ട്സിന് വേണ്ട മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനീസിന് വേണ്ടിയിട്ടും ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മോഡൽ പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോഡൽസ് ഫോർ ഓട്ടോമേറ്റീവ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് സാനിറ്ററി വെയർ ഇൻഡസ്ട്രീസ്. ഈ ഒരു 3 മേഖലയ്ക്ക് വേണ്ട ഓട്ടോമേറ്റീവിലും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് സ്വന്തം, അതുപോലെ തന്നെ പുറമേക്ക് വേണ്ടിയിട്ടും അത് സാനിറ്ററി ഇൻഡസ്ട്രീസ്, ഈ ഒരു മൂന്ന് മേഖലയിലുള്ള പ്ലാസ്റ്റിക് മോൾഡിംഗ് ബിസിനസ് കൂടി ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റവന്യൂ ഇൻക്രീസ്ഡ് ഓവർ 18x ഇൻ ലാസ്റ്റ് 9 years. 9 വർഷം കൊണ്ട് റവന്യൂ 18 ഇരട്ടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അല്ല, 18 ഇരട്ടി ഇമ്പ്രൂവ്മെൻറ്റ്. 1 lakh ഉണ്ടായിരുന്ന സെയിലാണെങ്കിൽ അത് 18 ലക്ഷം ആയിട്ട്, 1 lakh എന്നുള്ള 18 lakhs 18 ഇരട്ടി ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കീ ഫിനാൻഷ്യൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് 703 കോടിയായിരുന്നു 2021. അത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 4,870 കോടിയായിട്ടുണ്ട്. CAGR നോക്കുകയാണെങ്കിൽ 47.3% ആണ് 5 year CAGR. 3 year CAGR ആണെങ്കിൽ കുറച്ചുകൂടി കൂടും, 64% ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. TTM ആണെങ്കിൽ ട്രailing 12 months, കഴിഞ്ഞ ഡിസംബർ തൊട്ടിട്ട് ഈ ഡിസംബർ വരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 40% സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. പാറ്റ് ഗ്രോത്ത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ 12 കോടിയിൽ നിന്ന് 288 കോടിയായിട്ടുണ്ട് 5 വർഷം കൊണ്ട്. CAGR നോക്കുകയാണെങ്കിൽ 88.8%. മാസീവായിട്ടുള്ള CAGR ഗ്രോത്ത് ആണ് പാറ്റിൽ ഉണ്ടായിട്ടുള്ളത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ. 3 year എടുക്കുകയാണെങ്കിൽ 100% ആണ്. TTM എടുക്കുകയാണെങ്കിൽ 33% ആണ്. അപ്പോൾ വളരെ മികച്ചൊരു സെയിൽസും അതുപോലെ തന്നെ പാറ്റും ഉള്ള ഒരു കമ്പനിയാണ്. Q2 പെർഫോമൻസ് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ റവന്യൂ ഡിക്ലൈൻ AC ബിസിനസ്സിൽ 45% കുറഞ്ഞിട്ടുണ്ട്, 131 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം 55% ഗ്രോത്ത് വാഷിംഗ് മെഷീനിൽ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാനുഫാക്ചറിങ് ഫുട് പ്രിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഗ്രേറ്റർ നോയിഡ, അഹമ്മദ്നഗർ, ഭിവാഡി ആൻഡ് റൂർക്കി, ഈ ഒരു 4 മാനുഫാക്ചറിങ് ഫെസിലിറ്റി കൂടാതെ അടുത്ത പുതിയ 2 ഫെസിലിറ്റി കൂടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റർ നോയിഡ UPയിലാണെങ്കിൽ PCB അസംബ്ലീസ് ചെയ്യുന്നുണ്ട്. അത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് PCB അറിയപ്പെടുന്നത്. അപ്പോൾ PCB അസംബ്ലി അതൊരു പുതിയൊരു മേഖലയിലുള്ള സ്റ്റെപ്പിനാണ്. അതുപോലെ തന്നെ LED TVs, എയർ കൂളേഴ്സ്, ടൂൾ മാനുഫാക്ചറിങ്, ഇവർക്ക് വേണ്ട ടൂൾ മാനുഫാക്ചറിങ്, ഈ ഒരു മേഖലയിലാണ് അതിൻ്റെ ഫാക്ടറിയാണ് ഗ്രേറ്റർ നോയിഡയിലുള്ളത്. അഹമ്മദ്നഗർ മഹാരാഷ്ട്രയിൽ സുപ എന്ന് പറയുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണിൽ, മഹാരാഷ്ട്രയിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഒരു ഫാക്ടറി ഉണ്ട്. അത് AC, എയർ കൂളേഴ്സ്, പ്ലാസ്റ്റിക് മോഡലിംഗ് കൂടി അവിടെ മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗം അവരുടെ ഫാക്ടറി ഉണ്ട്. ഭിവാഡി രാജസ്ഥാനിൽ ACയും അതുപോലെ തന്നെ ബാക്ക് എൻഡ് ഇൻ്റഗ്രേഷൻ കോമ്പണൻസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്ന് ഇവർക്ക് വേണ്ട കോമ്പണൻസ് വാങ്ങിക്കാതെ അവർ
അവരുടെ മാനുഫാക്ചറിങ്ങിന് ആവശ്യമുള്ള പ്രൊഡക്റ്റ് കൂടി അവർ തന്നെ അതിനുവേണ്ട ഫെസിലിറ്റി കൂടി ഫാക്ടറി കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭിവാഡി രാജസ്ഥാനിൽ. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, കൺട്രോളർ, ഷീറ്റ് മെറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ ഈ എന്താ പറയുക AC അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, റെഫ്രിജറേഷൻ, LED TV വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട ബാക്ക് എൻഡ് ഇൻ്റഗ്രേഷന് വേണ്ട ഇത് കൂടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് മാർജിൻ കൂടാനും എല്ലാം കമ്പനിക്ക് ഗുണമാണ്. അപ്പോൾ റൂർക്കി ഉത്തരാഖണ്ഡിൽ ഒരു ഫോർത്ത് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. അവിടെ പ്യുവർലി അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ഫെസിലിറ്റി വാഷിംഗ് മെഷീന് വേണ്ടി മാത്രമാണ് റൂർക്കി ഉത്തരാഖണ്ഡിലുള്ളത്. വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടാണ്. അത് കൂടാതെ അവിടെ വരുന്നത് പ്ലാസ്റ്റിക് മോൾഡിങ്ങിന് കൂടിയുള്ള ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ 2025 തുടങ്ങി 26 കംപ്ലീറ്റ് ചെയ്യുന്ന 2 ശ്രീ സിറ്റി AP-യിലും പിന്നെ ഹല്യാനഗർ മഹാരാഷ്ട്രയിലും 2 ഫെസിലിറ്റി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. എംപ്ലോയീസ് ഓവർ 10,000 പീപ്പിൾ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് 9 years കൊണ്ട് തന്നെ 1,200 കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പുതിയ ഫെസിലിറ്റിക്ക് വേണ്ടി ഈ പറയുന്ന ഫെസിലിറ്റികൾക്ക് കഴിഞ്ഞ ഈ 5-6 വർഷത്തിൽ, അതായത് 9 വർഷം കൊണ്ട് ഇവർ 1,200 കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുത്തിയിട്ടുണ്ട്. ലിക്വിഡ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 630 കോടി ആസ് ഓൺ സെപ്റ്റംബർ ക്വാർട്ടറിലെ റിസൾട്ട് പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 630 കോടി ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസ് കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ റവന്യൂ ഗൈഡ് ലൈൻസ് ഇപ്പോൾ കണ്ടിരിക്കുന്ന 5,700 തൊട്ട് 5,800 കോടി പ്യൂർലി പ്രൊജക്റ്റഡ് സെയിൽസിൽ നിന്ന് മാത്രമായിട്ട്. അവർക്ക് സർവീസ് പിന്നെ മോൾഡിംഗ് ബിസിനസ് ഉൾപ്പെടെ വേറെ സർവീസ് ഉണ്ട്. അത് കൂടാതെയുള്ള 70 to 19% ഗ്രോത്ത് ആണ് ഈ ഒരു സെയിൽസ് മേഖലയിൽ നിന്ന് മാത്രമായിട്ട് അവർ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് 300 തൊട്ട് 310 കോടി വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്ലാൻ്റെ 2026 പ്ലാൻ ചെയ്തിരിക്കുന്ന 700 തൊട്ട് 750 കോടി പുതിയ പ്രോജക്ട്സിന്, അത് റെഫ്രിജറേഷന് മാത്രമായിട്ട് സൗത്ത് ഇന്ത്യയിൽ, അത് ശ്രീ സിറ്റി എന്ന് പറയുന്ന AP-യിൽ 50 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അത് സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. ഡിസംബറിൽ അതിൻ്റെ ഫാക്ടറി 2026 ഈ 2025 ഡിസംബറിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അടുത്ത ഡിസംബറിൽ ഫാക്ടറി ഫുൾ ഫ്ലെജ് ആവുന്നുള്ള അല്ലെങ്കിൽ ഇനാഗ്രേഷൻ ഉണ്ടാവുന്നുള്ള രൂപത്തിലുള്ള വാർത്തകളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. വാഷിംഗ് മെഷീൻ ക്യാമ്പസ് ഗ്രേറ്റർ നോയിഡയിലിട്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സുപ്പാലി വെസ്റ്റ് ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. രാജസ്ഥാനിലുള്ള ഫാക്ടറികളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ വരുന്നത് നമ്മുടെ ബ്രാൻഡ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ എയ്സർ, അംസ്റ്റാഡ്, ബജാജ്, ബ്ലൂ സ്റ്റാർ, കാരിയർ, മീഡിയ, ഡൈക്കിൻ, ഗോദ്രേജ്, ഹയർ, ഹാവൽസ്, LG, ലോയിഡ്, ഒരീഡ, റിയൽമി, റിലയൻസ് ഡിജിറ്റൽ, വോൾട്ടാസ്, ബേക്കോ, വേൾപൂൾ ഇങ്ങനെയുള്ള മികച്ച ബ്രാൻഡുകളുടെ ഒരു സപ്ലൈ തന്നെ, ഒരു ശ്രേണി തന്നെ ഇവർക്ക് ബ്രാൻഡുകളുടെ ഒരു വിപുലമായ ശേഖരം തന്നെ ഇവർക്കുണ്ട്. ഇവരുടെയൊക്കെ മാനുഫാക്ചർ കൂടിയാണ് നമ്മുടെ PG ഇലക്ട്രോണിക്സ്. അതുകൂടാതെ ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രിയിൽ വരുന്നത് മദർസൺ, ലുമാക്സ്, സ്പാർക്ക്, മിൻഡ കോർപ്പ്. അതുപോലെ തന്നെ മദർസൺ, ലുമാക്സ് ഒക്കെ പറയുന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അറിയാം വളരെ മികച്ച സ്റ്റോക്കുകളാണ്. ഇവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ കൂടിയാണ്. ഇപ്പോൾ ഹിസ്റ്ററി ആൻഡ് ഇൻകോർപ്പറേഷൻ PGL ഫ്ലാഗ്ഷിപ്പ് ഗ്രൂപ്പ് വരുന്ന PG ഗ്രൂപ്പ് ആണ്. അത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 1977 ഓൾമോസ്റ്റ് 48 വർഷത്തെ പാരമ്പര്യമുള്ള കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനി PGL ഇൻകോർപ്പറേറ്റ് ചെയ്ത് 2003 അപ്പോൾ 22 വർഷത്തെ എക്സ്പീരിയൻസ് PGL-നുണ്ട്. നമുക്ക് മാർക്കറ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സെക്കൻഡ്, നമ്മൾ ഓൾറെഡി ലാർജസ്റ്റ് സെക്കൻഡ് ODM പ്ലെയർ ഇൻ റൂം എയർ കണ്ടീഷണേഴ്സ് ആൻഡ് വാഷിംഗ് മെഷീൻ. രണ്ടാമത്തെ ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറാണ് ഇന്ത്യയിൽ തന്നെ PGL. അവരുടെ പ്രധാന ക്ലയൻസ് LG, വേൾപൂൾ, ഗോദ്രേജ്, വോൾട്ടാസ്, കോഹ്ലറൊക്കെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലീഡിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനികൾ തന്നെ, അറിയപ്പെടുന്ന കമ്പനികൾ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സാണ്. പിന്നെ വരുന്നത് റവന്യൂ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 72%, സർവീസ് കൂടാതെ റവന്യൂ 3,526 കോടിയിൽ നിന്ന് മാത്രം. ഇത് മന്ത് വൈസ് അതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ വിൻഡോ ഓരോ മാസം AC കോമ്പണൻസും, വാഷിംഗ് മെഷീൻ 1.15 lakhs ബിസിനസ് എയർ കൂളേഴ്സ്, അതിൻ്റെ ഒരു സ്പ്ലിറ്റ് മാത്രമേ ഉള്ളൂ. പ്രൊഡക്ട്സ് കോൺട്രിബ്യൂഷൻ FI റവന്യൂ 3,526 കോടി, അതായത് 72% ഈ പ്രൊഡക്ട്സ് എന്ന് മാത്രമാണ്. ബാക്കി 25% റവന്യൂ വരുന്നത് മോൾഡിംഗ് ബിസിനസ് എന്നാണ്. അത് വരുന്നത് ലീഡ്സ് വിത്ത് 500+
കമ്പനീസ് മെഷീൻസിന് വേണ്ട സാനിറ്ററി വെയർ, ഫാൻ ഉൾപ്പെടെയുള്ള അതിനുവേണ്ട മോൾഡിംഗ് ബിസിനസ്സിനാണ് 25% റവന്യൂ വരുന്നത്. ഇലക്ട്രോണിക്സും നോക്കുകയാണെങ്കിൽ 13% റവന്യൂ ഷെയർ വരുന്നുണ്ട്. അത് കമ്പനി TV ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട് ഗുഡ് വർത്ത് എന്ന് പറഞ്ഞ ജോയിൻറ്റ് വെഞ്ചർ 2024 അവർ ജോയിൻറ്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് അവർ TV ബിസിനസ് ഈ 2024 ശേഷം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് ഓൺ PCB അസംബ്ലീസ്. PCB എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ് ആണ്. നമുക്ക് TV-യിൽ വേണം, റിമോട്ടിൽ വേണം, AC-യിൽ വേണം, വാഷിംഗ് മെഷീനിൽ വേണം, ഏത് സെഗ്മെൻ്റ് എടുത്താലും കമ്പ്യൂട്ടർ ആവട്ടെ, മൊബൈലാവട്ടെ, ഏത് സെഗ്മെൻറ്റിലായാലും PCB നമുക്ക് ഒരു വൺ ഓഫ് ദി വ്യാജ ഘടകമാണ്. എന്ന് വെച്ചാൽ ഇത് സ്വന്തമായിട്ടും പുറത്തേക്ക് വെച്ച് നൽകുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാനും സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മീൻ ടൈം നമുക്ക് ഇത് ബിസിനസ് പർപ്പസിലായിട്ട് തേർഡ് പാർട്ടി ബിസിനസ്സിലേക്കും അവർക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഫോക്കസ് ഒരു പുതിയൊരു ഹൊറിസോണിലേക്ക് അവർ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ എന്താ പറയുക മികച്ച രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് PCB അസംബ്ലീസ്. പ്രത്യേകിച്ച് നമ്മുടെ സെമി കണ്ടക്ടർ മേഖലയൊക്കെ വരുന്നതോട് കൂടിയിട്ട് ഇതിന് വളരെയധികം പ്രാധാന്യം വരുന്നൊരു മേഖല കൂടിയാണ് PCB അസംബ്ലീസ്. മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 16,439 കോടിയാണ്. ഷെയർ പ്രൈസ് ഇന്നത്തെ 24/12/2025 ക്ലോസ് ചെയ്ത പ്രകാരം ഈ 582 52 വീക്ക് ഹൈ വരുന്നത് 1085, ലോ വരുന്നത് 465. 465 582 വരെ റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് നല്ലൊരു റിവേഴ്സൽ മോഡിലാണ്. ഇപ്പോൾ സ്റ്റിൽ നമുക്ക് ഈ ഒരു പ്രൈസിൽ വാങ്ങിച്ചാൽ പോലും ഈവൻ ഇത് ഹൈ ടച്ച് ചെയ്യുകയാണെങ്കിൽ 1055 ടച്ച് ചെയ്യുകയാണെങ്കിൽ പോലും 80% കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കറണ്ട് പ്രൈസിൽ നമ്മൾ വാങ്ങിച്ചാൽ പോലും പ്രീവിയസ് ഹൈ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 80% ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. ചെയ്യുന്നല്ല, അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ PE 64.6%, ROC PE 64.6, ROC 19.4%, ROE 14.9%. ഡെപ്റ്റ് ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ 0.020 ആണ്. വളരെ ചെറിയ ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ. കമ്പനിയെ സംബന്ധിച്ച് അത്ര വലിയ ഡെപ്റ്റ് പറയാനില്ല. ഇത്രയും വലിയ എക്സ്പാൻഷനും കാര്യങ്ങളും നടത്തിയിട്ടും പുതിയ ലാൻഡ് അക്വയറും ശ്രീ സിറ്റി പോലെയുള്ള ലാൻഡ് അഹമ്മദ് നഗറിൽ ഉള്ള ഇലക്ട്രോണിക് ഫെസിലിറ്റി, അഹല്യാനഗറിലുള്ള ഇലക്ട്രോണിക് ഫെസിലിറ്റി ഉൾപ്പെടെ 2026 പ്ലാൻ ചെയ്തിട്ടുള്ള അതെല്ലാം കൂടിയിട്ട് പോലും നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി ഇന്നത്തെ റേഷ്യോയിൽ 0.2 എന്ന് പറയുന്നത് വളരെ മികച്ച റേഷ്യോ ആണ്. 2025 ഫിനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ സെയിൽസ് 4,870 കോടി, 77% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കിട്ടിയിരിക്കുന്നത്. എഡിറ്റ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ 519 10% മാർജിൻ ഉണ്ട്. പാറ്റ് 291 കോടിയാണ്. 291 കോടിയാണ് പാറ്റ്. TTM ടൈലറിംഗ് 12 months നോക്കുകയാണെങ്കിൽ സെയിൽസ് 5,037 കോടിയും പാറ്റ് 255 കോടിയാണ്. 255 കോടിയായിട്ട് സ്ലൈറ്റ്ലി ചെറിയ ഡിക്രീസ് ഉണ്ട്. അത് AC ബിസിനസ്സിൽ വന്ന ഒരു സ്ലഗിഷ്നെസ് ആണ്. അതിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 43.6%. ഇവിടെ ഒരു ഡ്രോബാക്ക് നമ്മൾ കാണുന്നത് കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് ഈ ഒരു കമ്പനി 21.6% പ്രൊമോട്ടർ ഹോൾഡിംഗ് വിൽക്കുകയോ പ്ലെഡ്ജ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് ആണെങ്കിൽ പോലും പക്ഷേ ആ ഒരു ക്യാഷൊക്കെ അവർ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഫാക്ടറി ഗ്രീൻഫീൽഡ് എക്സ്പാൻഷനും ഉള്ള ഫാക്ടറിയുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ FIS നമുക്കതിൻ്റെ ക്ലിയർ വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഡിസംബറിൽ FIS 2.32% മാത്രമായിരുന്നു അവിടെ ഹോൾഡിംഗ്. അത് ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിൽ അവസാനിക്കുമ്പോൾ 11.45% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏരിയയും കുറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. എന്നാലും ഫൈനൽ ഇപ്പോഴത്തെ ഒരു നില വെച്ച് നോക്കുമ്പോൾ 11.45% എന്ന് പറയാൻ വളരെ ഒരു മികച്ച ഒരു ഹോൾഡിംഗ് തന്നെയാണ് FISൻ്റെ കയ്യിൽ. DIS അതിൽ കൂടുതൽ ഹോൾഡിംഗ് ഉണ്ട്. FI ഡിസംബർ 2022 ഉണ്ടായിരുന്ന 6.47% നിന്ന് 18.83% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അവരുടെ കോൺഫിഡൻസ് തന്നെയാണ് കാണിക്കുന്നത്. ഈ ബിസിനസ്സിലുള്ള ഈ കമ്പനിയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പെർസെൻറ്റേജ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കൂടി നമുക്ക് ഈ കമ്പനിയിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് H1 പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഹാഫ് ഇയർലി പെർഫോമൻസ്, അതായത് ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള ബിസിനസ് നോക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷൻ സെയിൽസ് 2.4% കുറവാണ്. 2,159
കോടിയേ ഉള്ളൂ. EBITDA മാർജിൻ 5.6% കുറഞ്ഞു. 184 കോടിയാണ് ബിഫോർ ടാക്സ്. പാറ്റ് വരുന്നത് 33.8% കുറഞ്ഞു. എന്നിട്ട് 69% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് പ്രധാനമായിട്ട് കാരണം വരുന്നത് വീക്ക് REC, അതായത് റൂം എയർ കണ്ടീഷൻ ഡിമാൻഡ് മൺസൂൺ സീസൺ ആയതുകൊണ്ട് കുറഞ്ഞതും, പിന്നെ GST എക്സ്പെക്റ്റേഷൻ, അതായത് GST ഇതിനൊക്കെ ഇങ്ങനെ നമ്മുടെ GST കുറയുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ട് അതിന് ടോട്ടലി ഒരു വീക്ക്നെസ് വന്നിട്ടുണ്ടായിരുന്നു സെയിൽസിൽ. അതും കൂടി സെപ്റ്റംബറിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള എക്സ്പെക്റ്റേഷൻ GST കുറയുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കാരണം സെയിൽസ് വളരെ കുറവായിരുന്നു. റൂം AC സെയിൽസ് വളരെ കുറവായിരുന്നു. മൺസൂൺ സീസണും നല്ല രീതിയിൽ ഉണ്ടായിരുന്ന കാരണം ACയുടെ ആവശ്യങ്ങൾ ഉപയോഗം കുറവായിരുന്നുകൊണ്ട് തന്നെ അത് വീക്ക് ഡിമാൻഡായിരുന്നു. അപ്പോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. Q2 2.3% 665 കോടി ഇയർ ഓൺ ഇയർ. പ്രൊഡക്ട്സ് അറ്റ് 48.6% ഷെയർ. വാഷിംഗ് മെഷീൻ 55%, 188 കോടിയുടെ ബിസിനസ് തന്നിട്ടുണ്ട്. AC ഡൗൺ ബൈ 45%. അത് നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടി എടുത്തു പറഞ്ഞുള്ളൂ. ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ അസറ്റ് നമുക്ക് കമ്പനിയുടെ 1649 കോടി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 3547 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. നെറ്റ് ഫിക്സ്ഡ് അസറ്റ്സ് വന്നിട്ട് 1228 കോടി, ഇൻവെൻട്രീസ് 1364 കോടി, നെറ്റ് കറണ്ട് അസറ്റ്സ് 1197 കോടി. ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി 2902 കോടി. സപ്പോർട്ടിങ് ആയിട്ടുള്ള ROC ആണുള്ളത്. TTM 20.8% TTM ഉണ്ട്. ഗ്രോസ് ഡെപ്റ്റ് 484 കോടിയാണെങ്കിൽ നെറ്റ് ഡെപ്റ്റ് 164 കോടിയുള്ളൂ. ROE TTM 12%. സ്ലൈറ്റ്ലി കുറവാണ് ACയുടെ ബിസിനസ്ക്ക്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഡെപ്റ്റർ ഡേയ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റർ ഡേയ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ 23 ദിവസമായിട്ട് കൂടിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞ 5 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 70 തൊട്ട് 76 ദിവസം തന്നെയാണ് ഈ ഡെപ്റ്റർ ഡേയ്സ് ഓരോ വർഷത്തിലുള്ളത്. അപ്പോൾ അത് സ്റ്റേബിൾ എന്നുള്ള ഒരു നിലയ്ക്ക് എടുക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ 60 ദിവസമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല സൈനാണ്. പിന്നെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ സ്ലൈറ്റ്ലി ഹയർ സൈഡിലേക്ക് പോയിട്ടുണ്ട്, 68 ദിവസത്തേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ നോക്കുകയാണെങ്കിൽ സിമിലർ ആണ്. ബട്ട് 68 ദിവസത്തേക്ക്, കഴിഞ്ഞ വർഷം 57 ആയിരുന്നു, ഇപ്രാവശ്യം 68 ദിവസമായിട്ട് കൂടിയിട്ടുണ്ട്. സ്ലൈറ്റ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇൻവെൻട്രി ഡേയ്സ് അത് ചെറിയൊരു കൺസേൺ ആണ്. അത് ഈ ഒരു ACയുടെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം. ഇൻവെൻട്രി 2021 ഉണ്ടായിരുന്ന 61 ദിവസം ഫ്ലക്ച്വേറ്റഡ് ആണ് ഓൾമോസ്റ്റ് എല്ലാ വർഷവും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 118 ദിവസം ഉണ്ടായിരുന്നു, 73 ദിവസം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ആണെങ്കിൽ 90 ഡേയ്സ് ഉണ്ടായിരുന്നത്. 2024 90 ഡേയ്സ് ഇൻവെൻട്രി ഡേയ്സ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 124 ദിവസമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടെക്നിക്കൽ സൈഡാണ്, പറയുമ്പോൾ ബോറായിട്ട് തോന്നും. ബട്ട് നമുക്കിതൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കമ്പനി ബീറ്റൻ ഡൗൺ ആയിട്ട് ഇത്രയും നല്ല കമ്പനി നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിൽ ട്രേഡ് ചെയ്യുന്നതിന് ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഇതൊക്കെ ഓവർകം ചെയ്തു വന്നു കഴിഞ്ഞാൽ വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് കമ്പനി ബീറ്റൻ ഡൗൺ ആയിട്ട് പോയത്, ഇത്രയും ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുന്നതെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉൾപ്പെടുത്തിയെന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇത് ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ ഇത് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സ്റ്റോക്ക് താഴെ പോയത്. പിന്നെ റവന്യൂ ആൻഡ് എഡിറ്റ ഗ്രോത്ത്. റവന്യൂ നോക്കുകയാണെങ്കിൽ CAGR 38.5%, 10 വർഷം കൊണ്ട് 263 കോടിയിൽ നിന്ന് 4955 കോടിയായിട്ട് 38.5% CAGR റവന്യൂ ഗ്രോ. വളരെ മികച്ച, ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന, ഇൻഡസ്ട്രിയൽ ബെസ്റ്റ് എന്നൊക്കെ പറയാവുന്ന CAGR ഗ്രോ ചെയ്തിട്ടുണ്ട്. എഡിറ്റ് അതുപോലെ തന്നെ 42.6% CAGR 519 എത്തിയിട്ടുണ്ട്. അപ്പോൾ 42.6% പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ CAGR 10 years എന്ന് പറയുമ്പോൾ വളരെ മികച്ചതാണ്. പിന്നെ 3 years സെയിൽസ് നോക്കുകയാണെങ്കിൽ 64% ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്ത് 100% ഉണ്ട്. ടോട്ടൽ നമ്മൾ ക്യാപെക്സ് നോക്കുകയാണെങ്കിൽ 1200 കോടി 9 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2024 ക്യാപെക്സ് 277 കോടി. ഭിവാടിയിൽ RIC ഗ്രീൻഫീൽഡ്, ഇതൊരു പുതിയ രാജസ്ഥാനിൽ ഓപ്പൺ ചെയ്തത്, കഴിഞ്ഞ വർഷം ഓപ്പൺ ചെയ്തത് ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ കമ്പനിയാണ്, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫാക്ടറിയാണത്. 2024
ബിവാടി രാജസ്ഥാനിൽ. പിന്നെ PLI സ്കീം നമുക്ക് കമ്പനിക്ക് AC കോമ്പണൻസ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി നമ്മൾ പറഞ്ഞു. അപ്പോൾ 2022 തൊട്ട് 27 വരെ കമ്പനി 321 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് PLI സ്കീം ബെനിഫിറ്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ ഹയർ ആണ്. പിന്നെ 2024 അക്വിസിഷൻസിൽ നെക്സ്റ്റ് ജെൻ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ 45 കോടി കൊടുത്തിട്ട് ഇവർ ഒരു കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗുഡ് വർക്ക് JV ഫോർ ടിവിയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവർ വഴിയാണ് പുതിയ TV കാര്യങ്ങളെല്ലാം അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ ഈ ഒരു കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വാല്യൂ നമുക്ക് നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. അപ്പോൾ ഈ ഒരു കമ്പനിയെ കൂടി അക്വയർ ചെയ്തിട്ടുണ്ട്. FIയിൽ CAPEX ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഗ്രേറ്റർ നോയിഡ മുനിസിപ്പാലിറ്റി. പിന്നെ പുതിയൊരു 700-750 കോടി റെഫ്രിജറേഷൻ ആൻഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ ശ്രീ സിറ്റിയിലും അഹല്യനഗരം മെച്ചയിലും ഇലക്ട്രോണിക് ഫെസിലിറ്റി നമ്മൾ മാനുഫാക്ചറിങ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. അത് ജസ്റ്റ് വീണ്ടും പറഞ്ഞിരിക്കുന്നു. FI ഗൈഡ് ലൈൻസ് വരുന്നത് 2026 ഗൈഡ് ലൈൻസ് 5700-5800 കോടിയാണ്. സെയിൽസ് ഗ്രോത്ത് 17-19%. അതിൽ ഗുഡ് വർത്ത് 850 കോടിയുടെ കോൺട്രിബ്യൂഷൻ, PAT 300-310 കോടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് എന്ന് മാത്രമായിട്ട് 17-21% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. 4240 തൊട്ട് 4280 കോടി വരെ. ഗ്രൂപ്പായിട്ടുള്ള റവന്യൂ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6650 കോടി തൊട്ട് 6650 കോടി വരെയാണ്. 550 കോടി തൊട്ട് 650 കോടി വരെ. പിന്നെ ഫോക്കസ് ഏരിയാസ് കമ്പനി ചെയ്യുന്നത് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ നമ്മൾ പറഞ്ഞു, കമ്പനിക്ക് വേണ്ട കോമ്പോണൻസ്, ഇവർക്ക് വേണ്ട മെയിൻ കോമ്പോണൻസ് എന്തൊക്കെയാണോ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ PCBs, അതുപോലെ തന്നെ ടൂള്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, കൺട്രോളേഴ്സ്, മെറ്റൽ ഷീറ്റ്, അങ്ങനെയുള്ള എന്തൊക്കെയാണ് അവർക്ക് ബാക്ക് എൻഡ് വേണ്ട അതിനുള്ള ഇൻ്റഗ്രേഷൻ പ്രോഗ്രാം അവർ ചെയ്യുന്നുണ്ട്. പിന്നെ RAC ഹെഡ്വിൻസ് അവർക്ക് അതിന് ഓവർകം ചെയ്യാനുള്ള ഒരു ബിസിനസ് കൂടി അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ICRA റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ A+ ആണ്, സ്റ്റേബിളാണ്, സ്റ്റേബിൾ A+ ആണ്. പിന്നെ റിസ്ക് വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഡിമാൻഡാണ്. RAC റൂം എയർ കണ്ടീഷന് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോൾ നല്ല വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ ACയുടെ ബിസിനസ് സ്റ്റിൽ മോശമാണ്. വൺ ഓഫ് ദി എന്താ പറയുക റവന്യൂ കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള അവിടെ ഡിമാൻഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുവരെയുള്ള ഡിമാൻഡ് കുറവാണ്. അപ്പോൾ ഹൈ PE ആണ്. കമ്പനിയുടെ PE 65.2% കറൻ്റ്ലി PGL ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന PE. അത് വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ PE ജസ്റ്റ് 27.3%. അത് വെച്ച് നോക്കുമ്പോൾ 2 ടൈംസ് കൂടുതൽ 2.5 ടൈംസ് PEയിലാണ് ഇൻഡസ്ട്രി PEനെ അപേക്ഷിച്ചിട്ട് കമ്പനി PGL ട്രേഡ് ചെയ്യുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ശ്രദ്ധിച്ചു, 21.5% ഡിക്ലൈൻ ചെയ്ത് 43.6% ആണ് ഹോൾഡ് ചെയ്യുന്നത്. അത് പക്ഷേ നമ്മളെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിലാണ് ആ ഒരു സെയിൽ വന്ന ഫണ്ടൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരു വലിയ നെഗറ്റീവായിട്ട് തോന്നുന്നില്ല. സ്റ്റിൽ പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ ഹെൽത്തി ഓർഡർ ബുക്കാണ്. നെറ്റ് ക്യാഷ് ഫ്ലോ ഓൾറെഡി 630 കോടി നെറ്റ് ക്യാഷിൽ കയ്യിലുള്ള കമ്പനിയാണ്. വാഷിംഗ് മെഷീൻ ഗ്രൂത്ത് നമ്മൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് ബഫർ സോണിലാണ് കമ്പനി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ക്വാർട്ടർലി എക്സ്പെക്ടേഷൻ, കാരണം ദീപാവലി പോലുള്ള ഫെസ്റ്റിവൽ കഴിഞ്ഞു, പിന്നെ GSTയുടെ കട്ട് വന്നു, അതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് കമ്പനിക്ക് ക്വാർട്ടർലി സെയിൽസിൽ ഈ ഒരു സ്ട്രോങ് ക്വാർട്ടർലി എക്സ്പെക്ടേഷൻ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനിയെ കുറിച്ചുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മീഡിയ റിപ്പോർട്ട്സിൽ വന്നിരുന്നു. അതെല്ലാം അവർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, കമ്പനി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കമ്പനിക്ക് ഇപ്പോൾ ഒരു ട്രസ്റ്റ് കിട്ടാനും റിവേഴ്സൽ നല്ല രീതിയിൽ കാണാനും നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ട എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വൺസ് അഗൈൻ.